പൂജ ഓക്കെ അല്ലേ നീ? ആ സഞ്ജു, ഞാൻ ഓക്കെ. ഇപ്പം എനിക്ക് സ്റ്റമക്ക് പെയിൻ ഇല്ല. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരട്ടെ. നിനക്ക് ഒറ്റയ്ക്ക് പോകണ്ട, നിനക്ക് നടക്കാൻ കഴിയില്ലായിരിക്കും, ഞാനും വരാം. ടോയ്ലറ്റിലോ? ആ ടോയ്ലറ്റിലോ? ഞാനതല്ല, നിനക്ക് ഇന്നലെ നടക്കാൻ കൂടി വയ്യായിരുന്നല്ലോ, ഡോറ് വരെ കൊണ്ടാക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. നീ വന്നോ? ഡോക്ടർ ഇപ്പോൾ വന്നിരുന്നു, ഡിസ്ചാർജ് ചെയ്തു. സോ നമുക്ക് പോവാം. നീ മരുന്നൊക്കെ വാങ്ങിച്ചില്ലേ? ആ, ഞാൻ വാങ്ങിച്ചു. അല്ല, പൂജ എവിടെ? അവിടെ പോകാൻ വേണ്ടി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയതാ. ഇന്നലെ ആ ഡ്രസ്സിലല്ലേ, അതുകൊണ്ടാ. സഞ്ജു, എന്താ? ആക്ച്വലി ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി. ഏയ്, അതൊന്നും സാരമില്ല. അപ്പം താൻ കുറച്ച് ദേഷ്യത്തിലായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഞാനത് അപ്പം തന്നെ മറന്നു. നീ മറന്നെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനുവേണ്ടി നീ എന്ത് പണിഷ്മെൻ്റ് തന്നാലും ഞാൻ ചെയ്തോളാം. പണിഷ്മെന്റോ? എന്താ പ്രേം, നീ മനസ്സറിഞ്ഞ് സോറി ചോദിച്ചല്ലോ, പിന്നെന്താ, ഞാൻ ക്ഷമിച്ചു. ഞാൻ റെഡിയായി, പോവാം. ആ, എന്നാ പിന്നെ നമുക്ക് പോവാം. കുറച്ച് ദിവസമായി കിച്ചണിലൊക്കെ കയറി നല്ലൊരു കോഫി ഇട്ടിട്ട്. എന്താ സൗണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് ഡൺ. കിച്ചണിൽ നിന്നാണല്ലോ. ആരാ അവിടെ എത്തി നോക്കുന്ന? അകത്ത് കയറി വാ. ഞാൻ എത്തി നോക്കിയതൊന്നുമല്ല, സൗണ്ട് കേട്ടപ്പോൾ എന്താ നോക്കിയതാ. ഓക്കെ. അല്ല, ബ്രഷ് ചെയ്തെങ്കിൽ ഇരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആക്ച്വലി ഞാൻ ഇപ്പം ഇട്ടതേ ഉള്ളൂ, ഒറ്റ സെക്കൻഡ്, ഇപ്പം വരാം. വാവ്. എടി പതുക്കെ കഴിക്ക്, അത് ചൂട് വാ പൊള്ളും. ഏയ്, ഇതൊക്കെ എനിക്ക് സിമ്പിളാ. എൻ്റെ അമ്മ പറയാറുണ്ട് ഭക്ഷണം ചൂടോടെ കഴിക്കണമെന്ന്. ഇത് നല്ല ടേസ്റ്റും ഉണ്ട്. ആ, ഇനി വാ എങ്ങാനും പൊള്ളിയിട്ട് ചേട്ടൻ ഉണ്ടാക്കി തന്ന ഫുഡ് കഴിച്ചിട്ടാന്ന് മാത്രം പറയരുത്. ഏയ്, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അല്ല, ചേട്ടന് ഓഫീസിൽ പോകണ്ടേ? നിൻ്റെ അഞ്ജു ആൻറ്റിയുടെ ഹസ്ബൻഡ് എനിക്ക് ലീവ് തന്നു. ഈ ലീവ് എനിക്കിഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ എടുത്തേ പറ്റൂ. മേളിൽ നിന്നുള്ള ഓർഡറാ. അതേതായാലും നന്നായി. അതുകൊണ്ട് എനിക്ക് മോർണിംഗ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റി. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഞാൻ ഇവിടുത്തെ പാചകക്കാരനായി എന്നാണല്ലേ? പിന്നല്ലാണ്ട്. മാത്രമല്ല, ഞാൻ ഏട്ടൻ്റെ ഭാര്യയല്ലേ. അങ്ങനെയാകുമ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരേണ്ട അവകാശം ചേട്ടനാണെന്നല്ലേ പറയാറ്. പിന്നെന്താ കുഴപ്പം? നോക്കണ്ട, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. ബൈ ദ വേ, ഫുഡ് നന്നായിട്ടുണ്ട്. ആക്ച്വലി നീ ഇത് തമാശയ്ക്ക് പറയണ്ട, ശരിക്കും അത് സത്യമല്ലേ? എന്താ? ആ കഴുത്തിൽ എൻ്റെ താലിയുള്ളിടത്തോളം കാലം നിനക്കെന്ത് ആവശ്യം വന്നാലും ഞാനല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അത് സത്യമല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേട്ടനോട് സത്യം പറയോ? ആദ്യം നീ ചോദിക്കുക, എന്നിട്ട് തീരുമാനിക്കാം അതിന് ഞാൻ ആൻസർ ചെയ്യണോ വേണ്ടേന്ന്. ഇൻ കേസ് എൻ്റെ ചേച്ചി ഇതിൽ തെറ്റുകാരിയല്ല, പ്രേമേട്ടനും ചേച്ചിക്കും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നതാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ അറിയുമ്പോൾ ചേട്ടൻ എൻ്റെ ചേച്ചിയെ വീണ്ടും സ്വീകരിക്കാൻ പറ്റുമോ? അത് പറ്റുമോ? അതിന് മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കണം. നിൻ്റെ ചേച്ചി ഇവിടെ വന്ന് ചിന്നു വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവോ? അതിനാദ്യം മറുപടി ഇതാ. ഡെഫിനറ്റ്ലി ഞാൻ ഇറങ്ങിപ്പോവും. അതിപ്പോൾ ചോദിക്കാനുണ്ടോ? ചേച്ചി വിളിച്ചാൽ ഞാൻ പോവും. ഞാൻ പോവും. പക്ഷേ അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഈ താലി ഇവിടെ ഊരി വെച്ചിട്ട് ഞാൻ പോവില്ല. നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവും. പിന്നെ ഇതെൻ്റെ കഴുത്തിൽ നിന്ന് ഞാനായിട്ട് ഊരില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഊരാം. അപ്പോൾ എനിക്കിത് ഊരാൻ ഉദ്ദേശമേ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഡെയിലി അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും എനിക്ക് വേണ്ടി. ഓഹോ. പൂജ, നീ റെസ്റ്റ് എടുത്തോ. ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യും, കിച്ചണിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം. പുറത്തുനിന്ന് എന്തായാലും വാങ്ങണ്ട. നീ ചെന്ന് റെസ്റ്റ് എടുത്തോ. പ്രേം, അത് കിച്ചണിലൊരു സാധനമില്ല ഉണ്ടാക്കാൻ. ഞങ്ങൾ 1 വീക്കിലെ സാധനം മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാം കാലിയായി. പിന്നെ അങ്ങോട്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊന്നും പോവാറില്ല. അതാ. ബെസ്റ്റ് ചക്കിക്കൊത്ത് ചങ്കരൻ, രണ്ടും കൊള്ളാം.
സാരമില്ല, ഞാനിനി എൻ്റെ ഫ്ലാറ്റിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരാം. നിന്റെ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് 3 പേർക്കും പോയി ഈ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. ആ ശരി എന്നാ പ്രേം, ഇവൾക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളട്ടെ. ഞാൻ പെട്ടെന്ന് വരാം. ആ ഞാനിവിടെ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചോളാം. ഞാനിനി എന്ത് ചെന്ന് കിടന്നാലോ? അതാ നല്ലത്. പൂജ, ഉം. ഞാനന്ന് സഞ്ജുവിനെ തല്ലിയതിന് അവനോട് ഞാൻ സോറി ചോദിച്ചു. ആ കാര്യം അവനോട് ക്ഷമിച്ചു എന്നും പറഞ്ഞു. സോ നിനക്കിനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അവൻ നിന്നോട് ക്ഷമിച്ചെങ്കിൽ ഇതിലിപ്പോൾ ഞാനെന്ത് പറയാനാ? എനിക്ക് വല്ലാത്ത ദാഹം. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. വല്ലാത്ത ദാഹം അല്ലേ? ഞാൻ വെള്ളം കുടിപ്പിക്കാം. ഇവനെന്തിനാ എന്നോട് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചത്? എന്തായിരിക്കും? അല്ല, നീ എന്താ ഇവിടെ വന്ന് ആലോചിക്കുന്ന? വെള്ളം കുടിച്ചു കഴിഞ്ഞോ? ഏ ആ ഞാൻ കുടിച്ചു. ശരി, ഇനി ഞാൻ പോയിന്റിലോട്ട് വരാം. ഞാൻ സഞ്ജുവിനെ അടിച്ചതിന് ഞാൻ മാപ്പ് ചോദിച്ചു. അവൻ എനിക്ക് മാപ്പ് തന്നു. ബട്ട് ഇനിയൊരു കാര്യമുണ്ട്. നീ എന്നെ അടിച്ചതിന് ക്ഷമ ചോദിച്ചില്ല. ഓ അപ്പം അതാണ് കാര്യം. ഞാൻ മാപ്പ് ചോദിക്കണം, പിന്നെ എൻ്റെ പട്ടി ചോദിക്കും. നീ എന്താ ആലോചിക്കുന്ന? പറ, എന്നോടൊരു സോറി പറ, ഞാൻ പോവാം. ആ എൻ്റെ വയറ് വേദനിക്കും. പൂജ, എന്തോ പറ്റി? നിനക്ക് വയറുവേദന എടുക്കുന്നുണ്ടോ? ആ എനിക്ക് വയറ് വേദനയുണ്ട്. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എവിടെയാ വേദന? ഞാൻ മാറ്റിത്തരാം. ഏ, എന്ത്? നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്ന? സോറി പറയാതിരിക്കാനുള്ള നിന്റെ അടവല്ലേ? നിന്റെ വയറുവേദന ഞാൻ മാറ്റിത്തരാം. എവിടെയാ നിനക്ക് വേദനയുള്ള പറയ്. ശ്രീമത്, എന്താ വേദന മാറ്റണ്ടേ? എനിക്ക് പോണം. മാറ്. പൂജ, സോറി പറഞ്ഞ ഞാൻ വിടാം. അത് സോറി. ഞാൻ നിനക്ക് സോറി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പണിഷ്മെൻറ്റ് തരട്ടെ? പ്രേം, മാറ്. എനിക്ക് പോണം. വിട്. എന്തിനാ ഇത്ര വെപ്രാളം? ഞാൻ പറയട്ടെ. മാറി നിൽക്ക്. എന്നോട് കളിക്കല്ലേ. ഞാൻ പോവാ. ഇവിടെ എവിടാ നോക്കുക? സോറി പറഞ്ഞ ഞാൻ വിടാം. പ്രേം, അത് സോറി പറയാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാനൊരു ചെറിയ പണിഷ്മെൻറ്റ് തരാം. നീ എന്താ ചെയ്യാൻ പോകുന്ന? മാറി നിൽക്ക്. ആര് ഡോർ ഓപ്പൺ ചെയ്തു? അതിന് നീ എന്തിനാ ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്നത്? ആര് പറഞ്ഞു ഞാൻ സ്വെറ്റ് ചെയ്തെന്നു? ആ, നിങ്ങൾ കിച്ചണിൽ നിൽക്കുമായിരുന്നോ മക്കളെ? അല്ല, ഇപ്പൊ മോൾക്ക് എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലായിരുന്നു അല്ലേ? സഞ്ജുവിനെ ഇപ്പൊ കണ്ടു. അവൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്ന മോള് ഹോസ്പിറ്റലിലായിരുന്നു എന്ന്. ആ ചേട്ടനായിരുന്നു. ഇരിക്കേ. ഇപ്പോൾ മോക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ശരിയായോ എല്ലാം? ആ അത് ഫുഡ് പോയ്സൺ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ ഓക്കെ. ഫുഡ് പോയ്സൺ ആയിരുന്നു ആ മോക്ക്. പുറത്തുനിന്നെങ്ങാനും ഫുഡ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇപ്പോ പുറത്തുനിന്ന് എന്ത് കഴിച്ചാലും പെട്ടെന്ന് വയറ് ചീത്താവും. നിങ്ങൾ എന്തിനാ പിള്ളേരെ പുറത്തുനിന്നൊക്കെ കഴിക്കാൻ പോയത്? അത് ചേട്ടാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുക്കിംഗ് അറിയില്ല. ജോലിയുള്ളതുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചേ പറ്റൂ. കുക്കിംഗ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞാൽ പോരെ? ഞങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കൂടെ ഉണ്ടാക്കില്ലേ? എന്തിനാ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചേ? അതല്ല ചേച്ചി, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊന്ന് കുക്കിംഗ് പറഞ്ഞു തരാമോ? ഞാൻ വല്ലതൊക്കെ പറയൂ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തായാലും ഞാൻ ഫുഡ് ഉണ്ടാക്കും. പിന്നെ നിങ്ങൾക്കൂടെ ഉണ്ടാക്കിയാൽ എനിക്കിപ്പോൾ എന്താ? പിന്നെ നിനക്ക് സമയമുള്ളപ്പോൾ നീ വാ, ഞാൻ കുക്കിംഗ് ഒക്കെ പറഞ്ഞുതരാം. അതുവരെ ഞാൻ ഉണ്ടാക്കുന്ന കഴിച്ചാൽ മതി. ഇനി പുറത്തുനിന്നെങ്ങാനും വാങ്ങുന്നെന്ന് ഞാൻ അറിഞ്ഞ രണ്ടിനെയും നോക്കിക്കോ. അത് കാര്യമാക്കണ്ട, അവളെങ്ങനെയാ. ഈ വീട്ടില് നിങ്ങൾക്ക് മുമ്പ് ഇതുപോലെ 2 പിള്ളേരായിരുന്നു. ഞങ്ങളോട്ട് നല്ല അടുപ്പമായിരുന്നു. ഞങ്ങളെ മക്കളെ പോലെ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ആ ചെക്കന് ഇവിടുത്തെ ട്രാൻസ്ഫർ കിട്ടി. അപ്പം പിന്നെ അവർക്ക് അങ്ങ് പോയല്ലേ പറ്റൂ. ആ സമയത്ത് അവൾക്ക് ഒരുപാട് വിഷമമായതാ. ഞങ്ങൾക്ക് മക്കളില്ലാത്തോണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് മക്കളില്ലേ ചേട്ടാ? ആ ഇല്ല, വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അല്ലായിരുന്നല്ലോ നമ്മുടെ വിവാഹം. പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോൾ ഒന്ന് സ്റ്റേബിളായിട്ട് മതി കുട്ടികളെന്നൊക്കെ വിചാരിച്ചു. പിന്നീട് ഞാനും അവളും ഒരു പരക്കം പാച്ചിൽ തന്നെയായിരുന്നു. വീടും സ്ഥലമൊക്കെ ആയതിനു ശേഷം കുട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കർത്താവ് വിചാരിച്ചു
ഞങ്ങൾക്ക് ഇനി കുട്ടികൾ വേണ്ടാന്ന്. സോറി, എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിഷമിപ്പിച്ചോ? ഏയ് അതൊന്നും സാരമില്ല. മോളല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഡെയിലി ഇതൊക്കെ ചോദിക്കാറുള്ളതാ. ആദ്യമൊക്കെ വിഷമം വരും, പിന്നെ ഞങ്ങൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു. പിന്നെ നിങ്ങളോടൊരു ഉപദേശം പറയാം. ഫാമിലിയൊക്കെ സെറ്റപ്പ് ആയതിനു ശേഷം കുട്ടികളുണ്ടാക്കാൻ നോക്കിയാൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അതുകൊണ്ട് കിട്ടുന്നത് കളയാൻ നിൽക്കണ്ട. ഏയ്, ഞങ്ങളങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. കിട്ടുവാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. ഇവൾക്ക് മിനിമം 5 കുട്ടികളെങ്കിലും വേണമെന്നാ. എന്ത്? ഇനിയിപ്പോൾ 5 ആയാലും 6 ആയാലും കുഞ്ഞുങ്ങളെ നോക്കാൻ നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കിനി ടെൻഷൻ വേണ്ട അതിൻ്റെ കാര്യത്തിൽ. ഓ അതിനെന്താ, നിങ്ങൾ മക്കളെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പൊക്കോ. എനിക്ക് അവക്കും വേറൊരു പണിയില്ല. ഞങ്ങൾ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ വളർത്തിക്കോളാം. അല്ല പിന്നെ. അതാണ് ചേട്ടൻ. ഇവരെന്തൊക്കെയാ സംസാരിക്കണ? തൽക്കാലം ഒന്നും അറിയാത്ത പോലെ ഇരിക്കാം. ഇവനുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാം. എന്നാ നിങ്ങളുടെ പണി നടക്കട്ടെ. ഒരുത്തി കിച്ചണിലോട്ട് ഓടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ. ഞാൻ പോയി നോക്കട്ടെ, ഇല്ലെങ്കിൽ കിച്ചൺ തിരിച്ചു വെക്കും. ആ ശരി ഏട്ടാ. എന്നാൽ പിന്നെ ഞാനും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ. സാറൊന്ന് അവിടെ നിന്നേ. എന്താ? നിങ്ങൾ ആരാടാ പറഞ്ഞത് എനിക്ക് 5-6 പിള്ളേർ വേണമെന്നോ? അവസരം കിട്ടുമ്പോൾ ബോധമില്ലാതെ ഓരോന്നും വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഞാനല്ല, നീയാന്ന് ഭാര്യ വെച്ച് വിളിച്ച് പറഞ്ഞ് 5-6 കുട്ടികൾ വേണം. പിന്നെ ഏറ്റവും വലിയ കാര്യം നിനക്കെന്നെ വലിയ ഇഷ്ടമാണ്. നീ ബി ബോധമില്ലാതെ ഞാൻ ചിലപ്പോൾ മക്കളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നിന്നെ ഇഷ്ടമാണ് ഞാൻ ഒരിക്കലും പറയില്ല. ആ ശരിയാ, അന്ന് കള്ളൊക്കെ കുടിച്ച് ബോധമില്ലാതല്ലേ പറഞ്ഞത്. ഞാനിപ്പോൾ ചോദിക്കാം, നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമല്ലേ? ബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അതാ സത്യം. ഞാൻ പോവാ. നിൽക്കടി അവിടെ. ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടമല്ല? അത് പ്രേം. ഇങ്ങോട്ട് വാ. നീ ഇപ്പോ എന്താ ചെയ്ത? സോറി, എനിക്കറിയില്ല. ഐ ലൈക്ക് ഇറ്റ്. പ്രേം, നിനക്കെന്നെ ഇഷ്ടമാണോ? അത് ഐ ഡോണ്ട് നോ. എൻ്റെ ഈ ചോദ്യത്തിന് നിൻ്റെ ആൻസർ ഇതാണെങ്കിൽ ഇനി ഒരിക്കലും എന്നോട് ഇത്ര ക്ലോസ് ആയിട്ട് ഇടപെടാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? നിൻ്റെ ചോദ്യത്തിന് എൻ്റെ ഉത്തരം എസ് ആണെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. എൻ്റെ ഈശ്വര, ഇതിപ്പോൾ ഒരുപാടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ എപ്പോൾ പഠിച്ചു തീരും? ഇതാരാ, സഞ്ജു ചേട്ടനോ? ഹലോ ചിന്നു, ഇത് ഞാനാ, പൂജേച്ചി. പൂജേച്ചി എവിടെയാ? ഞാൻ എത്ര തവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നറിയോ? ഫോൺ കിട്ടുന്നില്ല. ചേച്ചി ഇപ്പോൾ എവിടെയാ? പൂജ, ഞാനിവിടെ ഉണ്ട്. നീ സേഫ് അല്ലേ? ഓക്കെ അല്ലേ? നിനക്കവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ മോളെ? ഞാൻ എത്രയും പെട്ടെന്ന് വരാം. എൻ്റെ ചേച്ചി, ഞാൻ ഓക്കെ. എന്നെ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ചേച്ചി അവിടെ ഓക്കെ അല്ലേ? എനിക്കത് അറിഞ്ഞാൽ മതി. ഞാൻ ഓക്കെ. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്നെ ഈ സിറ്റുവേഷനിൽ ഞാൻ ആക്കിയതിന് നീ ചേച്ചിനോട് ക്ഷമിക്കില്ലേ? പൂജ, നീ ടാബ്ലറ്റ് കഴിച്ചായിരുന്നോ? അവൾ ചിരിയോട് സംസാരിക്കാൻ ഇപ്പൊ പോവല്ലേ? ടാബ്ലറ്റോ? ചേച്ചി നിന്നെ ടാബ്ലറ്റ് എടുക്കുന്നത്? ചേച്ചിക്ക് വയ്യായിരുന്നോ? ടാബ്ലറ്റോ? ഏയ് എനിക്കൊന്നുമില്ല, ഒരു ചെറിയ സ്റ്റൊമക്ക് പെയിൻ, അത്രയേ ഉള്ളൂ. നീ ഓക്കെ അല്ലേ? ഞാൻ പിന്നെ വിളിക്കാം. എൻ്റെ പൊന്നു പ്രേം, നിനക്കെന്താ കണ്ടുകൂടെ ഞാൻ ഫോൺ വിളിക്കുന്ന? അവൾ കേട്ടു. പാവം, ഇനി അവിടെ ഇരുന്നത് വിഷമിക്കും. എനിക്ക് വയ്യാന്നും പറഞ്ഞ് നിന്നെ കൊണ്ട് ഞാൻ. അതിന് ഞാൻ അറിഞ്ഞു നീ ചിന്നുവിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാന്ന്. ചേട്ടാ, എൻ്റെ ചേച്ചിക്ക് വയ്യ. അതിന് ഞാനെന്ത് ചെയ്യണം? എനിക്കൊന്ന് ചേച്ചി കാണണം. പറ്റില്ല. നിങ്ങളും എൻ്റെ ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ എന്തിനാ എൻ്റെ ചേച്ചി കാണാതിരിക്കണം? ഞാൻ ചേട്ടനോടാ സംസാരിക്കുന്ന. എനിക്ക് എൻ്റെ ചേച്ചിയെ കാണണം. കാണരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ആ പാവൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ രാത്രികളിൽ ഉറങ്ങാതിരുന്ന് കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഫീസ് അടയ്ക്കാനുള്ള പൈസ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ചേച്ചിക്ക് വയ്യ എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ എന്നെ ഒന്ന് കൊണ്ട് കാണിക്കുമെന്ന് ചോദിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കാണും. നിൻ്റെ ചേച്ചിയെ കാണാനാണെങ്കിൽ ഈ വീടിൻ്റെ പുറത്ത് ഞാൻ നിന്നെ വിടില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. ഗുഡ് നൈറ്റ്. ചിന്നു, നിൽക്ക്, ഞാൻ പറയട്ടെ.
എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ടൈം ഒരുപാടായി, നാളെ ഓഫീസുള്ളതല്ലേ. ഏതായാലും നീ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്ക്, എന്നിട്ടൊക്കെ ഓഫീസിലോട്ട് വന്നാൽ മതി. റെസ്റ്റോ എങ്ങനെ? അടുത്ത മാസം അമ്മയുടെ ഓപ്പറേഷനാ. എനിക്ക് റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ നാളെ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് വീട്ടിൽ കിടന്നെന്ന് വെച്ച് നിൻ്റെ സാലറിക്ക് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് റെസ്റ്റ് എടുത്തോ. അച്ഛനോട് ഞാൻ റീസൺ പറഞ്ഞോളാം. ഏയ് വേണ്ട, അതൊന്നും ശരിയാവില്ല. എന്ത് ശരിയാവില്ല എന്ന്? നാളെ നീ റെസ്റ്റ് എടുക്കും, മറ്റന്നാൾ ഹോളിഡേ അല്ലേ, മൺഡേ തൊട്ട് വാ. നമുക്ക് മറ്റന്നാൾ ഈ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. ചേട്ടത്തി എങ്ങാനും വന്ന് കുക്കിംഗ് പറഞ്ഞു തരാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ മോശമല്ലേ? ഓ, ഞാൻ ആ കാര്യം ഓർത്തില്ല. ശരിയെന്നാ, അതുപോലെ ചെയ്യാം. ഇവള് കരഞ്ഞിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് പോയിട്ട് ബാത്റൂമിലാണല്ലോ കയറിയത്. ഇതിപ്പോൾ അരമണിക്കൂറായിട്ട് ഒരനക്കവും ഇല്ലല്ലോ. ഇറങ്ങിയോ? എന്നോട് പിണങ്ങിയിട്ടല്ലേ പോയത്. ജസ്റ്റ് ഒന്ന് പോയി സംസാരിച്ചാലോ? അല്ലെങ്കിലും എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയാം? ചിന്നു, ഇതെന്താ നീ ഫുള്ള് നനഞ്ഞിരിക്കുന്ന? എന്താ ഇത്? എണീക്കാൻ പറഞ്ഞ കേക്കില്ലേ, ഇങ്ങോട്ട് വാടി. വിടാനല്ലേ പറഞ്ഞു, വിടടോ. ഇരിക്കൂടെ. ഇതാരോടെ ഈ വാശി കാണിക്കുന്നത്? കഴിഞ്ഞ 20 മിനിറ്റ്സ് നീ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുമായിരുന്നോ? നിനക്കെന്താ വട്ടുണ്ടോ? വല്ല പനിയും പിടിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് സങ്കടം വന്നാൽ കരയണം. ഞാൻ ബാത്റൂമിൽ പോയി ഷവർ ഓൺ ചെയ്താൽ കരയാറ്. മിണ്ടാതിരിക്കേ. വിട്. അടങ്ങിയിരിക്കെ. ട്രൈ ചെയ്യട്ടെ. ഇപ്പോഴും കൊച്ചുകുട്ടിയെന്ന വിചാരം. ഞാൻ ചെയ്തോളാം, വിട്. അടങ്ങിയിരിക്കടി. ഇപ്പോൾ എന്താ നിനക്ക് നിൻ്റെ ചേച്ചിയെ കാണണം? നേരെ ഒന്ന് വിളിച്ചോട്ടെ, നാളെ പോയി കാണിച്ചു തരാം. സത്യമായിട്ടും കാണിച്ചു തരുമോ? കാണിച്ചൊക്കെ തരാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ചേച്ചിയെ കണ്ട ഉടൻ അവിടെ കയറി നിൽക്കണമെന്നൊന്നും പറയരുത്, ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് എൻ്റെ ചേച്ചിയെ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടാൽ മതി. ശരി, നാളെ നമുക്ക് പോയി കാണാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ശരിക്കും നല്ലൊരു പൂച്ചക്കുട്ടിയാണ്. എന്തോന്ന് പൂച്ചക്കുട്ടിയോ? ആ, പൂച്ചക്കുട്ടി. ഞാൻ പോയി കിടക്കട്ടെ, എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി. പൂച്ചക്കുട്ടിയോ? ഇനിയിപ്പോൾ നാളെ എവിടെയും കൊണ്ട് അങ്ങോട്ട് പോകണമല്ലോ.